ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് കുറേ നാളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വെയിറ്റ് ലോസ് ടിപ്പ് പറഞ്ഞു തരുമോ, അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ജേണിയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യൂ. പിന്നെ ഗംഗ വല്ലാണ്ട് എൻ്റെ കമന്റ് ഉണ്ടായിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വല്ലാതെ വണ്ണം കുറഞ്ഞു, മുമ്പ് നല്ലതായിരുന്നു, ഇപ്പം വണ്ണം കുറഞ്ഞൊരു പരിവമായത്, എന്താണ് ഇങ്ങനെ, പിന്നെ കവിളൊട്ടിയ കുരങ്ങൻ്റെ എന്തൊക്കെയോ പോലെ ഇരിക്കണം, അങ്ങനെ അങ്ങനെ പല പല ടൈപ്പ് സാധനങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. സോ അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ് ഒരു 10 പറയാൻ പാടില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബ്ലഡി 50 acres ഓഫ് ലാൻഡ് ഗൈസ്. സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഈ വെയിറ്റ് ലോസ് ജേണിയിലോട്ട് പോണതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കഥ പറയാനുണ്ട്. ഈ കഥ നിങ്ങൾ കേൾക്കാതെ പോയാൽ പല രീതിക്ക് നിങ്ങൾ അയ്യോ അതെന്തിനും അങ്ങനെ ചെയ്ത്, എന്തിനും ഇങ്ങനെ ചെയ്ത എന്നുള്ള പല രീതിയിലുള്ള കമന്റുകളും വരും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇത് കേൾക്കുക, എന്നിട്ട് വിമർശിക്കാൻ നിൽക്കുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ എൻ്റെ ഈ ഒരു നിമിഷം വരെ എനിക്കുണ്ടാവുന്ന വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ഉള്ള, ചിലപ്പോൾ ഞാൻ വണ്ണം വയ്ക്കും, ചിലപ്പോൾ ഞാൻ വണ്ണം കുറയും, അങ്ങനെയൊക്കെ. നല്ലത് എനിക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിനിങ് ചെയ്യണ ഒരു പരിപാടിയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഒരു വിധം അറിയാന്നുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വെയിറ്റ് ഒക്കെ നോക്കുന്നത് എനിക്കൊരു +2 ഡിഗ്രി വരെ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 45 കിലോ ആണ്. 45 കിലോന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എപ്പം നോക്കിയാലും 45 കിലോ 45 കിലോ അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 155 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ് വന്നിട്ട്. ഞാൻ എപ്പോഴും 45 കിലോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ എന്താ പറയുക, ഈ 45 കിലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല ടൈപ്പ് സാഹസങ്ങൾ ഞാൻ പണ്ടൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. 45 കിലോ ഒരു 50 കിലോ എത്തിക്കണം, ചബ്ബി ഗേളായിട്ട് നടക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നിട്ടില്ല ആ സമയത്തൊന്നും. കാരണം ഇതെങ്ങനെ, ഇതിൻ്റെ സംഭവം ഒന്നും എനിക്ക് എന്താ, ഞാൻ കഴിക്കുക ഇനി സാധനം അങ്ങനെ കഴിച്ചു നോക്കി. അപ്പോൾ ആ ഒരു ഏജിൽ ഞാൻ വണ്ണം വെച്ചിട്ടാണ്. ആഫ്റ്റർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വണ്ണം വെച്ചു ഗൈസ്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ എന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്തൊക്കെ യൂട്യൂബിൽ കാണുന്ന സമയത്തും എനിക്ക് 45 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ തുടങ്ങിയ സമയത്തും. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു 50 കിലോ ഒക്കെ ആയത്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷേക്ക് ഒക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരു 2 കിലോ 3 കിലോ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എന്താ പറയുക, ഇപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, രാവിലെ എണീക്കണം. എനിക്ക് കുറേ നടക്കണ്ട, അതായത് ഏകദേശം 2-3 കിലോമീറ്റർ നടന്നാലാണ് ബസ് ഉള്ള സ്ഥലമുള്ളത്, കോളേജിൽ പോകുമ്പോൾ ഉള്ളത്. ഒരു വീട്ടിൻ്റെ അവിടെ നിന്ന് ആ സമയത്ത് ബസ്സില്ല, അപ്പോൾ കുറച്ച് ദൂരോട്ട് നടക്കണം. അവിടെ നിന്ന് ബസ് കയറണം. പിന്നെ അവിടെ നിന്ന് കോളേജിൻ്റെ അവിടെ നിന്ന് MG കോളേജിലാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് നടക്കാണ്ട്. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ചില സമയത്ത് ബസ് കാണൂല, അപ്പോൾ ചില സ്ഥലത്ത് ഇറങ്ങിയിട്ട് നടന്നൊക്കെയാണ് വരണത്. അപ്പം ഞാൻ വർക്കൗട്ടില്ലെങ്കിലും ഈ സംഭവങ്ങൾ നല്ലപോലെ പോകുന്നുണ്ട്. അതായത് ഈ നടത്തങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഉണ്ടെന്ന് അങ്ങനെയല്ല. പിന്നെ ആ സമയത്ത് ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. സത്യം സീരിയസ് ആയിട്ട് പറയണതാണ്. ഞാൻ തൂക്കും, പാത്രം കഴുകുക, അങ്ങനെ ഇങ്ങനെ കുറേ, ഇപ്പോഴും പാത്രം കഴുകും, അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുറേ ഇഷ്ടം പോലെ ജോലി വെച്ചാൽ ഇഷ്ടം പോലെ രാവിലെ എണീക്കുമായിരുന്നു, അങ്ങനെ ജോലി ചെയ്ത് ദോശ ചേർന്നു, ചമ്മന്തി അരയ്ക്കുന്നു, അയ്യോ അങ്ങനെ കുറേ ജോലികൾ ഞാൻ ചെയ്യുന്നു. ഞാൻ മാളും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പീരീഡിൽ. പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തും എനിക്ക് ഒരു 47-48 കിലോ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിനുശേഷം വണ്ണം വെച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഫുഡ് ഹാബിറ്റും ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ മന്തി മയോണൈസ് ഇട്ട് എനിക്കൊരു കളിയില്ല. മന്തി ഞാനിപ്പോൾ ഒരു ഹാഫ് ക്വാർട്ടർ മന്തി വാങ്ങിച്ചാലും ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2-3 മയോണൈസ് സെറ്റ് കൂടെ വാങ്ങും. കാരണം എനിക്ക് മന്തി റൈസിനെക്കാളും എനിക്ക് മയോണൈസ് കൂടുതൽ വേണം. ഐസ്ക്രീം, കാരണം അന്നും എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് വരുമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലായിരുന്നു. ഒരു ബിരിയാണിയൊക്കെ കിട്ടണേ എന്നാ ഇങ്ങനെ ഒരു 4-6-8 മാസം കാത്തിരുന്ന് ആരെങ്കിലും കല്യാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഒരു ബിരിയാണിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് വരുമാനം വന്നപ്പോഴത്തേക്ക്, എനിക്ക് കയ്യിൽ ഒരു പൈസയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫുഡിനാണ് ഗൈസ് കൂടുതൽ പൈസ. കാരണം എനിക്ക് ഭയങ്കര ആർത്തിയായിരുന്നു. പണ്ട് തിന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ കാണാത്ത എന്താ പറയുക, ഈ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ വിചാരിക്കും ഈശ്വര പരിചയമുള്ള ആയാലും കണ്ടിട്ട് എനിക്ക് കുറച്ച് പൊറോട്ട ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം ആ ഒരു പൈസ കിട്ടിയ സമയത്ത് ഞാൻ ഇഷ്ടം പോലെ ഫുഡ്, ഇത് മന്തി, ബിരിയാണി, പൊറോട്ടയൊന്നും എനിക്ക് തലവേദന എടുക്കും, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ കഴിക്കുന്നു ഇഷ്ടംപോലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് എൻ്റെ വെയിറ്റ് 58 കിലോ.
58 കിലോ. 58 എനിക്ക് വെയിറ്റ് കൂടിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ജീൻസ് ഇടാൻ വയ്യ. ജീൻസ് ഇടുമ്പോൾ എൻ്റെ 2 ഹിപ്പിൻ്റെ സൈഡിലും, അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കണം, എൻ്റെ ഹിപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ്, അവിടെ ഒരു ഉണ്ട, അങ്ങനെ ഒരു സംഭവം. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും, എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ജീൻസ് ഇടായ അപ്പോൾ എപ്പോഴും ഞാൻ ഡ്രസ്സുകൾ മാത്രം, നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചാൽ ഞാൻ എപ്പോഴും ഡ്രസ്സുകൾ മാത്രമേ ഇടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഹിപ്പ് കുറയ്ക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഷുഗറൊക്കെ കട്ട് ചെയ്ത് ഞാൻ ചിയാ സീഡൊക്കെ കുടിച്ച് എഗെയിൻ എൻ്റെ വണ്ണം നല്ല രീതിക്ക് കുറഞ്ഞ് എനിക്ക് 52 കിലോയിലെത്തി. ഉള്ള വണ്ണം വെച്ച് എനിക്ക് നല്ല ചിയാ സീഡ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച്, എനിക്ക് ചിയാ സീഡ് ഡ്രിങ്ക് കുടിച്ചപ്പം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കണമെങ്കിൽ അതിലും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കുടിച്ചു, എൻ്റെ വെയിറ്റ് ലോസ്. അപ്പം ഞാൻ വെയിറ്റ് കുറഞ്ഞുള്ളൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചൊരു വെയിറ്റ് കുറഞ്ഞല്ലോ, ഇനി എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയില്ല. ഓക്കെ, എഗെയിൻ ഞാൻ വീണ്ടും പണ്ടത്തെ എൻ്റെ ഉന്നതതായി. ആദ്യമൊക്കെ ഞാൻ ലഡുവും ജിലേബിയും ഡയറി മിൽക്കൊക്കെ കഴിച്ചെങ്കിൽ പിന്നെ ഷേക്കായി. ഷാർജ ഷേക്ക്, അങ്ങനെ ഷേക്ക്, ഇങ്ങനെ ഷേക്ക്, അവക്കാട ഷേക്ക്, ഇതൊക്കെ നല്ലതിനും കുഴപ്പമില്ലായിരുന്നു. കുറേ മധുരമൊക്കെ ഇട്ട് ഷേക്ക്, കേക്ക്, ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സാധനമൊക്കെ കഴിച്ചാൽ പിന്നെ ഓർഡർ ചെയ്ത് പല ടൈപ്പുകൾ അലുവ കഴിക്കുക. അങ്ങനെ വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ കിടന്ന് എന്തൊരു തീറ്റിയാണ് എന്നുള്ള തീറ്റിയിലായി. പക്ഷെ ഈ തീറ്റി എന്നെ 58-59 കിലോ വരെ കൊണ്ടെത്തിച്ച ഗൈസ്. സീരിയസ്ലി എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു തുടങ്ങി, എടി നീ ഇപ്പം ആൻറ്റിമാരെ പോലെ, നീ ആൻറ്റിമാരെ കണക്കിരിക്കണം, ചുരിദാറൊക്കെ ഇട്ടില്ല മോനെ, ആൻറ്റിമാരെ കണക്കിരിക്കണം. അതൊന്നും എന്നെ ഏറ്റിട്ടില്ല, എൻ്റെ രോമത്തിൽ പോലും ഏറ്റില്ല. കാരണം ഞാൻ ആണാണ് സൂപ്പറായ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ എഗെയിൻ ഞാൻ എന്തോന്നു, എനിക്ക് എപ്പം ഞാൻ ഡയറ്റ് തുടങ്ങണമെന്ന് ചോദിച്ചാലും IBS വന്നു. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. എൻ്റെ പീരീഡ്സ് ഇറഗുലറായി. എനിക്ക് പീരീഡ്സ് ആവുന്നേ ഇല്ല, 2 മാസം ആവുന്നില്ല, 3 മാസം ആവുന്നില്ല. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, PCOD ഉണ്ടോ, PCOS ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ PCOD, PCOS, തൈറോയ്ഡ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെയെന്ന് പറയുന്നത് എനിക്ക് കിടന്ന ഉറക്കമില്ല, എനിക്ക് എന്താ പറയുക ഭയങ്കര മൂഡ് സ്വിങ്സ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. വെച്ചാൽ എന്താ പറയുക, നല്ല ഒരു ഫുഡ് കഴിച്ചിട്ടല്ല, എൻ്റെ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടല്ല എനിക്ക് ആ വെയിറ്റ് ഗെയിൻ ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു IBS ഉള്ളവർക്കറിയാം നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല കഴിച്ച്, ഒടുക്കത്തെ വേദനയാണ്, അതും ബ്ലഡൊക്കെ പോവും. അത് തിരിച്ച് സീനായിട്ടുള്ള കാര്യം ഞാൻ ഓൾറെഡി വീണ്ടും ഞാൻ ആദ്യമൊക്കെ ചോദിച്ചാൽ എനിക്ക് ക്യാൻസർ എന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം നമുക്ക് മോശം പോകുമ്പോൾ ബ്ലഡ് പോകുമ്പോൾ എനിക്ക് അങ്ങനെ, കാരണം പണ്ടേ നമ്മളെ മൈൻഡ് സെറ്റ് അതാണ്, മൂക്കിൽ കൂടെ ക്യാൻസർ, അത് ബ്രെയിൻ ട്യൂമർ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഓക്കെ അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓഹോ തീർന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ IBS ആണെന്ന് പറഞ്ഞ് ഓക്കെ ട്രീറ്റ് ചെയ്ത്, അതായത് ഗട്ടിനകത്തുള്ള നല്ല ബാക്ടീരിയ ഒക്കെ നശിച്ചു പോയി. കുറേ കൂതറ ബാക്ടീരിയകൾ, ഡൈജഷൻ നടക്കാനില്ല, എപ്പോഴും ഗ്യാസിൻ്റെ ഇഷ്യൂ എന്നും പറഞ്ഞ് ഞാൻ നടക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. ഫൈനലി ഞാൻ എന്ത് തീരുമാനിച്ചു, മുഖത്ത് ഫുള്ള് കുരു വന്ന്, അപ്പോൾ കുറേ പിമ്പിൾസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേറ്ററി ആക്നെസ് വന്ന്, ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എന്ത് കഴിച്ചാലും വയറ് ഡമ്മനായിരിക്കും, വേദന. നിങ്ങൾക്കറിയാം നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് ഗട്ട് എന്ന് പറയുന്നത്, നമ്മുടെ വയറിന് ഗട്ട് എന്ന് പറയുന്നത്. ആ ഗട്ട് നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ മൂഡിനെ ബാധിക്കും. നമ്മുടെ വയർ അപ്സെറ്റായി നമ്മുടെ മൂഡിനെ ബാധിക്കില്ല. അതേപോലെയാണ് ഗൈസ് നമ്മുടെ മൂഡിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഗട്ട്. നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ വരും. ഫൈനലി ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ചേച്ചി ഇന്നതാണ് സംഭവം, എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഒന്നാമത്തെ കേസ് എനിക്ക് ഈ IBS ക്യൂർ ചെയ്യണം, പിന്നെ എനിക്ക് പിമ്പിൾസും ആക്നെയും മാറ്റണം. ഇതാണ് ഞാൻ ചേച്ചിയുടെ പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി ആവശ്യമില്ലാത്ത കുറേ വണ്ണമുണ്ട്, സൈഡിലൊക്കെ ഒരു ലോഡ് ചതൾ ഇങ്ങനെ തൂങ്ങി ചരിഞ്ഞാടിയൊക്കെ കിടക്കണം, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം എനിക്കില്ല. കാരണം എനിക്ക് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 കിലോമീറ്റർ പോയിട്ട് വേണം എന്തോന്ന് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പം എനിക്ക് 2 വീലർ ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാ, കാറ് ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് അങ്ങനെ ജിമ്മിൽ പോകാനോ ബസ്സിൽ പോയിട്ട് കറക്റ്റ് സമയത്തിന് എത്തൂല. ഇവിടെ എപ്പോഴും ബസ്സൊന്നുമില്ല, അപ്പം ഞാൻ ജിമ്മിൽ പോകണമായിരുന്നു നടക്കൂല. അപ്പോൾ ചേച്ചി എനിക്ക് ഡയറ്റ് പറഞ്ഞു തന്നു. ചേച്ചി ഡയറ്റ് പറഞ്ഞു തരുന്നതിന് മുന്നേ എന്നെ കൊണ്ട് ഒരുപാട് ബ്ലഡ് ടെസ്റ്റ്, കുറേ ഹോർമോണൽ ടെസ്റ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യിച്ചിട്ടാണ് എൻ്റെ ഡയറ്റ് ചേച്ചി എനിക്ക് തന്നത്. ആദ്യം ചേച്ചി എന്നെ 1 വീക്ക് മോണിറ്റർ ചെയ്തു, ഞാൻ എന്തൊക്കെ കഴിക്കും എന്നൊക്കെ മോണിറ്റർ ചെയ്തു. ചേച്ചി സത്യം ഞെട്ടിപ്പോയി. ചേച്ചി വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു പശു പോലും ഇങ്ങനെ കഴിക്കൂല, ആവശ്യമില്ല. ഇപ്പം പശു പുല്ലൊക്കെ കഴിക്കണം, അതോ അതിനാവശ്യമുള്ള കഴിക്കുള്ളൂ. ഇത് അങ്ങനെയല്ല, ഞാൻ ആവശ്യമില്ലാത്ത ഒക്കെ കഴിക്കുമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ കഴിച്ച് എനിക്ക് ഫുഡിനോട് ഇത്രയും ആർത്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ ഫുഡ് കഴിച്ച് എൻ്റെ ഡയറ്റ് തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം ചേച്ചി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ്
ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓക്കെ അപ്പം എനിക്ക് ഇത്രയും ആർത്തി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഇതിന് ശേഷം എനിക്ക് ചേച്ചി പറഞ്ഞു തന്ന ടിപ്സാണ് ഞാൻ ഫോളോ ചെയ്തത്. ടിപ്സ് ഫോളോ ചെയ്താണ് എനിക്ക് വെയിറ്റ് കുറഞ്ഞത്. അപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോ 51 കിലോ ഇതിൻ്റെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകാനാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ ഇരിക്കുന്ന അതേ വെയിറ്റ് മതി എനിക്ക് ഇനി വെയിറ്റ് വയ്ക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. പക്ഷെ എനിക്കൊന്ന് ബോഡി ടോൺ ചെയ്തെടുക്കണം. പക്ഷെ അതൊക്കെ ജിമ്മിൽ പോകണം, അതൊക്കെ വർക്കൗട്ട് ചെയ്താലേ നടക്കുള്ളൂ, അല്ലാതെ സെറ്റ് ആവൂല. അപ്പം എനിക്ക് അങ്ങനെ ഒരു സംഭവമേ താല്പര്യം ഇല്ല. മീൻസ് എന്താ പറയാ, ഇനി അങ്ങോട്ട് വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വെയിറ്റ് കൂട്ടാനോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, നിങ്ങളിപ്പം അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്കാരാണ്, വെയിറ്റ് ഉള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കാരണം നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ പൊന്നു ഗൈസ്, നിങ്ങളത് കുറയ്ക്കാനൊന്നും നിൽക്കണ്ട. കാരണം നിങ്ങൾ അതിൽ ഓക്കെ ആണോ, നിങ്ങൾ അതിൽ ഹാപ്പി ആണോ നോക്കിയാൽ മതി. പിന്നെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ഇപ്പം ആൾക്കാർ പറയും അൺഹെൽത്തി ആയിട്ടുള്ള കുറേ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് PCOS ആണ്, ഇങ്ങനെ നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ പറയും എന്തോന്ന് നിങ്ങൾ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെ ഇരിക്കുക, നിങ്ങൾക്ക് മാറ്റം വേണ്ട, നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോ. പിന്നെ ഞാൻ പറയുന്നു, ബോഡി ഷെയ്മിങ് അല്ല, ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരാൾ ഹെൽത്തി അല്ലാതെ അയാൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അയാൾ വണ്ണം വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൂടെ ഉള്ളവരൊക്കെ പറയും, നീ ഇപ്പൊ ഹാപ്പി അല്ലേ, നീ വണ്ണം വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് ഹാപ്പി അല്ലേ, നിനക്ക് വേറെ പ്രശ്നം, അപ്പൊ നീ ആരും പറയുന്നത് നോക്കണ്ട എന്ന് പറയും. പക്ഷെ നാളെ നിങ്ങൾക്കൊരു അസുഖം വരുമ്പോഴത്തേക്ക് നാളെ സഫർ ചെയ്യാൻ പോണം നിങ്ങൾ മാത്രമാണ്. ഈ കൂടെ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ എൻ്റെ കാര്യമായാലും അങ്ങനെയാണ്. ഞാൻ മെലിഞ്ഞ് ശോഷിച്ച് അങ്ങ് പോയാലും, ഞാൻ ഒന്നും കഴിക്കാതൊക്കെ മെലിഞ്ഞ് അങ്ങ് പോയാലും എനിക്ക് എന്തൊരു അസുഖം വന്നാൽ ആരും ഉണ്ടാവില്ല ഗൈസ്, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതാണ്, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരിതാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഈസ് വെൽത്ത്. അത് ഭയങ്കര ലേറ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇടയ്ക്ക് വെച്ച് എനിക്ക് ഹോസ്പിറ്റലിൽ കയറാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ആശുപത്രിന് അടുത്ത് എവിടെയെങ്കിലും വീട് വെക്കണം. അപ്പം സ്ഥിര ആശുപത്രിയിൽ പോയി കിടക്കണം. അങ്ങനെ അസുഖങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഡയറ്റൊക്കെ തുടങ്ങുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് ചില ഡ്രസ്സ് ഒന്നും ഇടുമ്പോൾ എനിക്ക് ജീൻസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല, സൈഡിൽ കുറേ ചതയും വണ്ണം കൊണ്ട്. അപ്പോൾ എനിക്കത് മാറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു, നീ ഇത് ചെയ്യണ്ട എന്ന് ഞാൻ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നേ ഇല്ല. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായത്. ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് 58, 57 ആ ഒരു കിലോ ബോർഡിൽ, ചിലവ് 57, ചിലവ് 58 ആ ഒരു ടൈപ്പിലാണ് ഇരുന്നത്. അത് ഞാൻ നേരെ കുറഞ്ഞ് 50-ലെത്തി. അതെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നുമല്ല, കുറച്ച് ടൈം എടുത്തിട്ടാണ് എനിക്ക് 50 കിലോയിലോട്ട് എത്തിയത്. ആൻഡ് എൻ്റെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആയിരുന്നു. ഞാൻ പട്ടിണി കിടന്ന് വണ്ണം കുറച്ചതല്ല. ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴത്തെ കഴിക്കുന്നേക്കാളും ഞാൻ ഒരുപാട് ഇപ്പം ഞാൻ 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലക്ഷ്മിജിയുടെ ഡയറ്റിൽ 4-5 നേരം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് വണ്ണം കുറച്ചത്. അപ്പം നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു, ഇപ്പം മുഖം യക്ഷിയെ പോലെയായി, മുഖമൊക്കെ ചൊട്ടി എന്ത് ഇതായി. ഗൈസ്, നിങ്ങൾ ടീത്ത് ബ്രേസസ് ഇട്ടിട്ടുള്ള ആരാണെങ്കിൽ കണ്ടോ, ഇട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഈ പല്ലിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഫേസ് ചിലപ്പോൾ ഒട്ടും ചിലപ്പം വീർക്കും. ഇപ്പം എനിക്കൊന്നും വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. അതായത് എൻ്റെ ഫേസ് ഒട്ടിയിരിക്കുന്നു എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഈ ടീത്ത് ബ്രേസസ് റിമൂവ് ചെയ്താൽ കറക്റ്റ് എന്താണ് എൻ്റെ ഫേസ് ഇരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇപ്പം ഈ ഒരു ഫേസിൽ എനിക്കിപ്പം ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് അങ്ങനെ കമൻറ്റുകൾക്ക് ടീത്ത് ബ്രേസസ് ഇട്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കൊവുത്തൊക്കെ കഴിക്കാൻ പറ്റും. ടൈറ്റ് ചെയ്യണം ഒരാഴ്ച നമുക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒന്നും അധികം പൊട്ടിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം എല്ലാം പൊട്ടി പലീസായി വരും. അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതാണ്. കാരണം ചിലർക്ക് അറിയില്ല, ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു മനസ്സുഖം പറഞ്ഞോളൂ എനിക്കൊരു ഇതൊക്കെ കാണുമ്പോൾ ഒരു
സുഖമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാലും ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റിൽ ഫോളോ ചെയ്ത കാര്യം വെച്ചാൽ ഷുഗർ കട്ട്. നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഒരിക്കലും ഒരാൾക്കും ചാടിപ്പിടിച്ച് ഷുഗർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദന, കുറേ ഭയങ്കര മൂഡ് സ്വിങ്സ്, സത്യം ഗൈസ് മൂഡ് സ്വിങ്സ് ഒക്കെ വരും, ഭയങ്കര ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ആദ്യം ചില വെച്ചാൽ നിങ്ങൾ ഐസ്ക്രീം ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഐസ്ക്രീം അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊന്നും ഒഴിവാക്കുക. അപ്പൊ ചായയിലൊക്കെ മധുരമായിട്ട് കുടിച്ചോ, നിങ്ങൾ ചായയും കട്ടനൊക്കെ മധുരമായിട്ട് കുടിച്ചോ. പക്ഷെ ഈ കേക്ക്, ജിലേബി, ലഡു, ഡയറി മിൽക്ക്, മുട്ടായി ഇതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ഒഴിവാക്കുക. ഇതിപ്പോ എനിക്ക് പറയാൻ എളുപ്പമാണ് ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ അതിനൊരു വിൽ പവർ വേണം. ഞാനിപ്പോ ഏകദേശം ഒരു വർഷം അടുപ്പിച്ച ഷുഗർ എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട്, അതായത് പഞ്ചസാര, മീൻസ് കേക്ക്, ജിലേബി, ലഡു അങ്ങനെയൊക്കെ. ഇപ്പം ഷാരൂന്റെ ബർത്ത്ഡേ സമയത്ത് ആഘോഷിച്ചപ്പോഴും കേക്ക് അപ്പം ഞാൻ നക്കാണ് ചെയ്തത്. ഇങ്ങനെയാണ് എടുത്തത്. കാരണം എനിക്ക് താല്പര്യം ഇല്ല കഴിക്കാൻ. കാരണം ഇപ്പൊ ഷുഗർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇച്ചിരി മധുരമുള്ള എന്തെങ്കിലും കഴിച്ചാൽ പോലും നമുക്ക് ഒരുമാതിരിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ ഞാൻ ഷുഗർ ഇല്ല. ഷുഗർ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ദിവസം ഞാൻ ഒരു ജിലേബി, ലഡു, ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരുന്ന എനിക്കിത് പെട്ടെന്ന് നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് തലവേദന, മൂഡ് സ്വിങ്സ്, ദേഷ്യമൊക്കെ വരുമായിരുന്നു എനിക്ക് ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യമൊക്കെ ഇത്തിരി പാടാണ്. പക്ഷെ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലോണം ഒന്ന് ഉടയും. അതായത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാവും. കാരണം ആ ഒരു പഫിനെസ്സും ഒക്കെ മാറിയിട്ട് ഒന്നുടയും. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പൊറോട്ട, ചിക്കൻ പൊരിച്ചത്, ബർഗർ, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറേ ചീസി ആയിട്ടുള്ളത്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇത് ഒഴിവാക്കാൻ നോക്കുക. കാരണം ഞാനിതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു വർഷം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ ബർഗർ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലാസ്റ്റ് ബർഗർ കഴിച്ച എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ലാസ്റ്റ് ഫെബ്രുവരിയിൽ ദുബായി പോയപ്പോൾ അവിടെ നിന്നാണ് ലാസ്റ്റ് ഞാൻ ഒരു ബർഗർ കഴിച്ചത്. അവിടെ നിന്ന് അല്ലാതെ ഞാൻ പിന്നെ ബർഗർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കിട്ടും. പിന്നെ ഈ എണ്ണ പൊരിക്കുന്ന സാധനങ്ങൾ, എണ്ണയിൽ പൊരിക്കുന്ന സാധനങ്ങൾ, മീൻസ് എക്സാമ്പിൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടാന്തോ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം, തലയ്ക്കുമ്പോൾ തന്നെ എനിക്ക് വരുന്നത്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാം, ഫൈബറും പ്രോട്ടീനും നന്നായിട്ട് എടുക്കാൻ നോക്കുക. നല്ല രീതിക്ക് ഫൈബറും പ്രോട്ടീനും എടുക്കാൻ നോക്കുക. ആൻഡ് കാർബ് കുറയ്ക്കുക. എപ്പോഴും ഇപ്പം നിങ്ങൾ വിഷം തിന്നിട്ട് ഒരിടത്ത് ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ഫൈബർ മീൻസ് വെജിറ്റബിൾസ്, ക്യാരറ്റ്, വെള്ളരി, തക്കാളി, ഒണിയൻ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കഴിക്കാൻ നോക്കുക. നെക്സ്റ്റ് അതിൻ്റെ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ നോക്കുക. എന്തോന്ന് പ്രോട്ടീൻ, ചിക്കനോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എഗ്ഗോ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് കാർബ് കഴിക്കുക. ഏറ്റവും ലാസ്റ്റ് വേണം കാർബ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ ലക്ഷ്മി ചേച്ചി പറഞ്ഞ അറിവാണ് എനിക്ക്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ട് വേണം കാർബ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തോന്നും ഷുഗറൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നും ഗൈസ്. അത് ഒരു തെറ്റായ അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ പറയും ആകെ ഒരു ജീവിതമുള്ളൂ, അത് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് ആണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ആകെ ഒരു ജീവിതമുള്ളൂ, ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാം. പക്ഷെ ആ ജീവിതം ജീവിക്കാൻ നമുക്ക് ആരോഗ്യം വേണം എന്നൂടെ ആലോചിച്ച് നോക്കുക. നമുക്ക് ഇപ്പം എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകണം, ഇന്നൊക്കെ പോകണം, അവിടുത്തെ ഫുഡ് കഴിക്കണം, ഒക്കെ കഴിക്കണം, ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഈ IBSും എനിക്ക് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ കൊണ്ട് ഞാൻ പോയാൽ അവിടെ നിന്ന് ഒരു ദിവസം ഫുഡ് കഴിച്ച് 2 ദിവസം എനിക്ക് വയറ് അപ്സെറ്റ് ആയിട്ട് ആകെ ഇതായിട്ട് ഞാൻ ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് നല്ല പോലെ ഡയറ്റൊക്കെ എടുത്തിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു ഇഷ്യൂ ഇല്ല. ഞാനിപ്പോൾ തായ്ലൻഡിൽ പോയിട്ട് ഞാനിന്ന് പല സാധനം കഴിച്ചിട്ട് പോലും എനിക്ക് യാതൊരു ഇഷ്യൂ വന്നിട്ടില്ല. എനിക്ക് പിമ്പിൾസ് വരെയോ എനിക്ക് കട്ടിന് ഒരു പ്രോബ്ലം വരെയോ എനിക്ക് ബാത്റൂമിൽ പോയപ്പോൾ പെയിനോ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ഗൈസ്. ഹോൾ സെറ്റായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറയുന്നതാണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം എനിക്ക് ഫോർ മീ വർക്കൗട്ട് എന്ന് പറഞ്ഞ സാധനം നടന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റൂല വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ട്രെയിനറിൻ്റെ കൂടെ ഒരാളുടെ ഹെൽപ്പോട് കൂടി വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ഈ ഷുഗർ കട്ട് ചെയ്ത്
ഈ ഫാസ്റ്റ് ഫുഡ് കട്ട് ചെയ്ത് ഈ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കാർബ് എടുക്കുന്നതിനേക്കാളും കുറച്ച് പ്രോട്ടീനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഗൈസ് നിങ്ങൾക്ക് നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും. ഞാൻ ഉറപ്പ് തരുന്നു, നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ്, എല്ലാവർക്കും വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഷുഗർ കട്ട് ചെയ്ത് നാളെ എനിക്കൊരു 2 കിലോ പറഞ്ഞിടണം, അത് നടക്കാത്ത കാര്യമാണ്. നിങ്ങളൊരു 6 മാസത്തെ ടൈം നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ ബോഡിക്ക്. പിന്നെ ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരുടെ ബോഡി എന്ന് പറയുന്നത് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ബോഡിയാണ്, ചില ആൾക്കാരുടെ ബോഡി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ണം കുറയുന്ന ബോഡിയാണ്. ഫോർ മീ എൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വണ്ണം കുറയും, ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ബോഡിയാണ്. അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ആവുന്നത്. ഇപ്പം ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം എവിടെയെങ്കിലും പോയി കണ്ടിന്യൂസ് ആയിട്ട് ബിരിയാണി കഴിച്ചെന്ന് വിചാരിച്ചോ, അടുത്ത ആഴ്ച എനിക്ക് ഞാനൊരു വീർത്തിരിക്കും. അതേസമയം ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചില്ല, എനിക്കിപ്പം എൻ്റെ ഫുഡൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും കഴിച്ചു, ഞാൻ നന്നായിട്ട് മെലിയും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഇപ്പം ഈ ഒരു മാർക്കറ്റിൽ വെയിറ്റ് ലോസിന് ടാബ്ലറ്റ് ഉണ്ട്, വെയിറ്റ് ലോസിന് ഡ്രിങ്ക് ഉണ്ട്, മീൻസ് പ്രോസസ്ഡ് ആയിട്ടുള്ളതാണ് പറയണം. വെയിറ്റ് ലോസിന് പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റൂല, പക്ഷെ ഈ ടാബ്ലറ്റ് ഒന്നും നിങ്ങൾ വാരിക്കൂട്ടി കഴിക്കരുത്. കാരണം അത് നിങ്ങളെ കിഡ്നിയെയും ലിവറിനെയൊക്കെയാണ് ബാധിക്കാൻ വേണ്ടിയിട്ട് പോണത്. നിങ്ങളൊരു ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇപ്പം ഷുഗർ കട്ട് ഓക്കെ കുഴപ്പമില്ല, ഷുഗർ നമ്മളെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. പ്രോസസ്ഡ് ഫുഡോ ഒന്നും വേണ്ട, ഒക്കെ ശരിയാണ്. പ്രോസസ്ഡ് ഫുഡ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ലോ കാർബ് ഫുഡൊക്കെ കഴിച്ച് പ്രോട്ടീനൊക്കെ പ്രോട്ടീൻ ഫൈബറൊക്കെ നല്ലപോലെ എടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡയറ്റീഷ്യൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾ ചില ജ്യൂസുകൾ കുടിക്കുന്നുണ്ട്, നിങ്ങൾ ചില എന്തോ പറയണേ, എനിക്കിപ്പം ലക്ഷ്മി ചേച്ചി ചില ജ്യൂസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, കാരണം അതെൻ്റെ ബോഡി ടൈപ്പ്. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞു തന്നിട്ടാണ് നിങ്ങൾ കുടിച്ചതെന്ന് പറയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല, കാരണം അത് എൻ്റെ ബോഡിക്കും എൻ്റെ ഹെൽത്തിനും എൻ്റെ പല ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് എനിക്ക് ലക്ഷ്മി ചേച്ചി ജ്യൂസ് പറഞ്ഞു തന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ ജ്യൂസോ അല്ലെങ്കിൽ ഇപ്പം പലരും ഈ ഹെർബാ ലൈഫ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ എടുക്കണം. എനിക്കിപ്പോൾ അറിയാം, ഹെർബാ ലൈഫ് യൂസ് ചെയ്തിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് തല കറങ്ങി വീണ് കുറച്ച് സീരിയസ് ആയിട്ട് കിടന്ന ഒരാളെ എനിക്കറിയാം. അപ്പം അതൊന്നും നല്ലതല്ല. ഞാനിപ്പോൾ അത് ഡീപ്രമോട്ട് ചെയ്യുന്നതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് അതൊന്നും നല്ലതിനല്ല. നിങ്ങൾ അതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരു ഡയറ്റീഷ്യൻ വേണം. നിങ്ങളുടെ എല്ലാ ഓർഗൻസിൻ്റെയും ക്ലിയർ ടെസ്റ്റ് എടുത്ത് എല്ലാത്തിനെയും കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഉള്ള ഒരു ഡയറ്റീഷ്യനെ മാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ഞാനൊരു ഡയറ്റ് കോഴ്സിൽ ചേർന്നിട്ടുണ്ട് ഗൈസ്. അന്ന് ആ ഡയറ്റിൽ എനിക്ക് തരണ ആഹാരം എന്താണെന്നറിയോ, കുറേ ഫ്രൂട്ട്സും കുറേ ആവശ്യമുള്ള കുറേ സാധനങ്ങൾ. ഞാൻ അന്ന് വെയിറ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയായി. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ അവരുമായിട്ട് ഒരു ഏർപ്പാനും പോയില്ല. ഞാൻ അവരടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഡയറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ മരിച്ചു പോകും. എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെയെന്നറിയോ, ഒരു പൈപ്പ് തുറന്നു വിട്ടാണ്. കാരണം വയറിളകുന്ന ഒന്നുമല്ല, കാരണം ഒന്നും ബോഡിക്ക് പിടിക്കാതെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നല്ലൊരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടി വേണം നിങ്ങൾ ഡയറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വണ്ണം വയ്ക്കുന്നത്, ചിലർക്ക് സമയം എടുക്കും വെയിറ്റ് ലോസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പ്രോസസ്ഡ് മീറ്റ് ഒക്കെ ഒഴിവാക്കുക, എപ്പോഴും ഫൈബറും പ്രോട്ടീനും എടുക്കുക, കാർബോഹൈഡ്രേറ്റ് കുറച്ചെടുക്കുക, വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് സീരിയസ്ലി നല്ല റിസൾട്ട് ഉണ്ട്. ഒരു 6 മാസത്തെ സമയം ബോഡിക്ക് കൊടുക്കണം. കാരണം എല്ലാവരുടെയും ബോഡി ഒരേപോലെ അല്ല, എല്ലാവരുടെയും ബോഡി ടൈപ്പ് ഒന്നും ഒരേപോലെ. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് സ്ലോ ആയിട്ട് റിസൾട്ട് കിട്ടും. അത് നമ്മൾ നോക്കുക. സോ അപ്പം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത് ഇപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ ഇന്ന സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായത്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല 50-51 കിലോ വരെയാണ് നിൽക്കുന്നത്. എനിക്ക് വെയിറ്റ് കൂട്ടണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴാണ് പെർമനന്റ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സോ അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ വണ്ണം വച്ചിരിക്കുന്നത് ഒരു മോശം കാര്യമല്ല, തീരെ മെലിഞ്ഞിരിക്കുന്നതും ഒരു മോശം കാര്യമല്ല. നിങ്ങൾ അതിൽ ഓക്കെ ആണോ, നിങ്ങൾ അതിൽ ഹാപ്പി ആണോ, എങ്കിൽ നിങ്ങൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് സൂപ്പറായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്നും അസുഖമാണെങ്കിൽ നമുക്ക് എന്നും വല്ല കൊഴുത്തിനെ പിടിച്ചാണ് കയ്യിൽ മൂലയിൽ ഇരിക്കേണ്ടി വരും. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത്.